ഷാജഹാനെ പോലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന അലവലാദികൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതികൾ നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ യഥേഷ്ടം തുടർന്നോളൂ, ഇതൊന്നും വലിയ കേസല്ല, ഇതൊക്കെ ചെയ്തിട്ട് വന്നാലും വളരെ സിമ്പിളായിട്ട് കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത്, നിങ്ങൾ യഥേഷ്ടം ചെയ്തോളൂ എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അത് PC ജോർജിന്റെ കാര്യത്തിലായിരുന്നാലും, മറുനാടൻ ഷാജന്റെ കാര്യത്തിലാണെങ്കിലും, ഷാജഹാന്റെ കാര്യത്തിലാണെങ്കിലും, ഇത്തരം കേസുകൾ വരുന്ന സന്ദർഭങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ജാമ്യം ലഭ്യമാകുന്നതിലൂടെ ഈ സമൂഹത്തിന് കിട്ടുന്ന കൃത്യമായ സന്ദേശം അതാണെന്ന് പറയേണ്ടി വരികയാണ്. ഷൈൻ ടീച്ചർക്കെതിരെ ഒരു അനാശാസ്യ കഥ യാതൊരു അടിസ്ഥാനവുമില്ലാതെ യൂട്യൂബിൽ കയറിയിരുന്ന് അദ്ദേഹം സമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ്. ഒരു സംശയം ഈ കേസ് പരിഗണിച്ച ജഡ്ജിയോട് ചോദിക്കാനുള്ളത്, ഇതേ സംഭവം ആ ജഡ്ജിയുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ആണ് നേരിട്ടതെങ്കിൽ ഇതേ മനോഭാവത്തിലായിരിക്കുമോ ആ കേസ് പരിഗണിക്കുന്നത് എന്ന് ഈ നാടിനറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് വരുമ്പോൾ ആ വ്യക്തിയോടും റിമാൻഡ് റിപ്പോർട്ടിലെ അശ്ലീല ചുവയുള്ള വാക്കെവിടെ എന്നൊക്കെ പരതി ചോദിച്ചതിന് ശേഷം